ഇതെന്താ ലെഗിൻസാ? ഇതിന്റെ ടോപ്പ് അവിടെ ലെഗിൻസാ? എടാ എപ്പോഴും ഒരാൾക്ക് നടന്നെങ്ങനെ ഒരു വെറൈറ്റി പിടിച്ച് എങ്ങനെയുണ്ട്? ഇത് 2010 പെൻസിൽ ഫിറ്റ് അല്ലേ? എടാ പെമ്പിള്ളാരും വല്ല ഈ ലെഗിൻസ് എടുത്തില്ലല്ലോടാ. ഇതെന്താ നിർത്തി അടിപ്പിച്ചു? ഒന്ന് പോടാ. ഇതെന്താ ഗുണാക്കേവാ സുഭാഷേ? മോനെ എന്താടാ എണ്ണ തീർന്നോയാ കുട്ടാ? ഇല്ല, എണ്ണ അടിച്ചപ്പോഴേ കൂടിപ്പോയി. അങ്ങനെ വെയിറ്റ് കാരണം തള്ളിക്കൊണ്ട് പോണ്. ഒരു സഹായം വല്ലതും വേണോ? ഓ എന്താടാ? എന്നാ ഇത് തള്ളിക്കൊണ്ട് എന്റെ കൂടാ. ഡീസലാണോ പെട്രോൾ ആണോ? ഒരു ഗ്ലാസ് അവിൽ മിൽക്ക് ഇതിലോട്ട് ഒഴിയടാ. എങ്ങോട്ടാ സാറേ? മനസ്സമാധാനം കിട്ടുന്നത് ഇങ്ങോട്ടെങ്കിലും. ഒന്നാം തീയതി ബാറിൽ അവധിയാണ് സാർ. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതാരാണ്? ശരി, നീൽ ആംസ്ട്രോങ്. എല്ലാവർക്കും അറിയാം. രണ്ടാമതായി കാലുകുത്തിയതാരാണ്? അതും നീൽ ആംസ്ട്രോങ് ആണ് സാർ. പിന്നെ ഒറ്റക്കാലിൽ നടക്കണമെന്നാണ്. ജോൾസിനല്ലേ? അല്ലടാ, റിമി ടോമി. എന്നാ മച്ചൊരു പാട്ട് പാടോ ബ്രോ? ഇവ ഒരു ഇൻട്രോവേർട്ടാണ്. ഇൻസ്റ്റാൾമെന്റിനാണെങ്കിൽ എടുക്കാം. എന്തോന്ന് ഇൻവെർട്ടർ? ഇൻവെർട്ടർ അല്ല, ഇൻട്രോവേർട്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഒന്നും മിണ്ടൂല. ഫോർ എക്സാമ്പിൾ, എന്റെ ഫാദർ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയത്, അവിടെ പന്നിക്ക് ചെയ്യുന്ന ഒരു കെണി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് പോലും അവൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. അല്ല, അച്ഛൻ ഒരു നല്ല കാര്യത്തിന് പുറകിൽ നിന്ന് വിളിച്ച് അച്ഛൻ എന്ത് വിചാരിക്കും? കഴിഞ്ഞ ദീപാവലിക്ക് ഒരു വാണം വിട്ട്, അതിനൊന്നും ഒരു കുറവുമില്ല. എന്നിട്ട് ആ വാണം നേരെ ചെന്ന് ഇവിടെ അവന്റെ പെരപ്പുറത്താണ്. അത് നിന്ന് കത്തി. എന്നിട്ട് പോലും ഹി ഡോണ്ട് കോൾ ഫയർഫോഴ്സ്. ഫയർഫോഴ്സ് ഞാനോട്ട് കമ്പനി ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ആരും വിളിക്കുമ്പോ അവരെന്ത് വിചാരിക്കും? എടാ, ഇവനൊരു പെണ്ണ് കിട്ടിയാൽ തീരാന്നുള്ള പ്രശ്നമുണ്ട്. അയ്യോ, ഞാൻ കല്യാണം ഒന്നും കഴിക്കൂല. കല്യാണം കഴിക്കുമ്പോ എനിക്ക് നോക്കും കൊച്ചുണ്ടാവില്ലേ? അപ്പൊ എന്റെ അച്ഛനും അമ്മ എന്നെ പറ്റി എന്തോന്ന് വിചാരിക്കും? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ സുഹൃത്ത് മനീഷ് സിഗ്നലുകളുള്ള അദ്ദേഹത്തിന്റെ എക്സ്ക്ലൂസീവ് ടെലിഗ്രാം ചാനൽ എന്നിവയെക്കുറിച്ച്. ഞാൻ വളരെ കാലമായി ഇത് ഉപയോഗിക്കുന്നു. ഇത് പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. ഇതാണ് നിങ്ങൾക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളും ഇതിനകം ഇത് സബ്സ്ക്രൈബ് ചെയ്തു. ആരും അതിൽ ഖേദിച്ചു. ഞാൻ പതിവായി അദ്ദേഹത്തിന്റെ ടെലിഗ്രാം ഉപയോഗിക്കുന്നു. ആഴ്ചയിലെ എന്റെ ഫലങ്ങൾ ഇതാ. ഇപ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മനീഷയുടെ സോഫ്റ്റ്വെയർ ഒരു ഫോണിൽ തുറന്നിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത സാധ്യത 6.08. അതിനാൽ സുരക്ഷിതമായിരിക്കാൻ ഞാൻ എന്റെ 2600 രൂപ 5.30 ഓട്ടോമാറ്റിക് പിൻവലിക്കലിലൂടെ നിക്ഷേപിക്കുന്നു. വിമാനം പറന്നു. അതിനാൽ മുന്നോട്ട് പോകൂ. അതെ, ഞാൻ 13,780 രൂപ. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ സോഫ്റ്റ്വെയറിന്റെ കൃത്യത 100% ആണ്. നിങ്ങൾക്കും വിജയിക്കാനും പന്തയങ്ങൾ പ്രവചിക്കാൻ കഴിയാനും താല്പര്യമുണ്ടെങ്കിൽ വിവരണത്തിലെയും പിൻ ചെയ്ത കമന്റിലെയും ലിങ്ക് പിന്തുടരും. അദ്ദേഹത്തിന്റെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായി. മനീഷ് എപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഉത്തരം. എന്റെ എല്ലാ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ ചാനൽ ഇതിനകം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനാൽ സമയം പാഴാക്കാതെ ടീം അംഗങ്ങളിൽ ഒരാളാകും. നീ എന്നാടാ ഒന്ന് നന്നാവുന്നത്? ഞാൻ നന്നായി അമ്മേ. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ല ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്. എന്താ അമ്മാവ ഇവിടെ? ബസ് കയറുവാൻ നിൽക്കുവാ കുഞ്ഞെ. ബസ് കയറാനോ? എന്നാ റോഡിന്റെ നടുവ് ചെന്ന് നിൽക്ക്. ബസ് നന്നായി കയറിക്കോളൂ. മോൻ കുട്ടിയല്ലേ, എനിക്ക് വയസ്സായി. എന്നെ ഒന്ന് സഹായിക്കണം. ഓ, അതിനെന്താ, ആ അടിയാൻ പിടിക്കാം. സുഖല്ലേ? വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ ഹൈർ. അതല്ല പപ്പ എനിക്ക് എന്തിനാ കയ്യില്? പപ്പയുടെ പാന്റ് കയറി, ഇല്ലേ പപ്പയുടെ ഡിങ്കിൾ ബെൽസ് എല്ലാരും കാണും. കത്തിയ ഇത് മറ്റേ സംഘമല്ലേ? ബലാൽ സംഘം, കുറെ സംഘം. ചേട്ടാ ഒരു 50 രൂപ ഉണ്ടാവും ബസ്സിന് പോകാൻ പൈസ ഇല്ലാണ്ട്. അതെ, വലിക്കുമോ? അത് വാങ്ങാനേ പൈസ വെക്കാം. നിന്റെ പ്രേമം എന്താടാ പൊട്ടിയത്? ഓ, അവക്ക് എന്നെക്കാട്ടി ഹൈറ്റ് ഉള്ള ഒരുത്തനെ വേണോന്ന്, എങ്കിലേ കെട്ടിപ്പിടിക്കുമ്പോ നെഞ്ചിടിപ്പ് കേൾക്കത്തുള്ളൂ. അവിടെ നന്ദയുടെ പേര് ECG മെഷീൻ എന്നായിരിക്കും. നിങ്ങൾക്കറിയാമോ,
480 രൂപ ടിക്കറ്റിന് 480 രൂപ ടിക്കറ്റ് കൊടുത്താണ് ഞാൻ പടം കാണാൻ വേണ്ടി വന്നത്. പടം കാണാൻ ആ 480 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും എന്റെ സുമേഷും കൂടെ 460 രൂപയ്ക്ക് മാംഗോ ചില്ലി എടുത്ത് 20 രൂപയ്ക്ക് 2 താറാമുട്ടയെ മാറ്റി ഞങ്ങൾ സുഖമായിട്ട് അടിക്കുമായിരുന്നു. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒന്ന് കാണാം, ക്യാമറയ്ക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഉണ്ണി കണ്ടോ? ഉണ്ണിയാണ് നെഞ്ചത്തിരിക്കുന്നത്. പെണ്ണിനെ വിട്ട് ഉണ്ണീനെയാണ് മനസ്സിൽ കയറ്റിയിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണീനെ. ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചത്. ചേട്ടന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ പെൺകുട്ടി വന്ന് ഈ ഉണ്ണിയുടെ ഫോട്ടോ മാറ്റി എന്റെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ചേട്ടൻ? അവളെ ഒഴിവാക്കും. അവളെ ഇപ്പുറത്തെ നെഞ്ചി ബാധിച്ചൂടെ? വേണ്ട, ആദ്യം ഒന്ന് എല്ലാം ചേരുവകളെല്ലാം കറക്റ്റാണെന്ന് നോക്കാം. ഇടിയപ്പം സത്യം പറഞ്ഞാൽ മണത്ത് നോക്കല് നടക്കുന്ന കാര്യമല്ല, പക്ഷെ കറികൾ പറ്റും കേട്ടോ. ഉപ്പ് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്.